ദില്ലി ദാലി ട്രാവൽ വ്ലോഗിൻ്റെ ഈജിപ്റ്റ് ഫയൽസ് എന്ന പരമ്പരയുടെ അടുത്ത അധ്യായത്തിലേക്ക് സ്വാഗതം. ഞങ്ങൾ നടത്തിയ ഈജിപ്റ്റ് യാത്രാ അനുഭവം പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്ക് ഈജിപ്റ്റ് യാത്രയ്ക്ക് അതൊരു പ്രേരണയാകും എന്ന പ്രത്യാശയിലും പ്രതീക്ഷയിലുമാണ്. അലക്സാൻഡ്രിയ നഗരത്തെക്കുറിച്ചാണ് ഈ ലക്കം ദില്ലി ദാലി പോഡ്കാസ്റ്റ് ഈ ട്രാവൽ വ്ലോഗിൽ പരാമർശിക്കുന്നത്. ട്രാവൽ വ്ലോഗിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു അഭ്യർത്ഥന: ദില്ലി ദാലി എന്ന ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മഹത്തായ അലക്സാൻഡ്രിയയിലേക്ക് നമുക്ക് പോകാം. മഹായാത്രികനായിരുന്ന ഇബ്നു ബത്തൂത്ത 14-ാം നൂറ്റാണ്ടിൽ അലക്സാൻഡ്രിയ സന്ദർശിച്ചിട്ട് പറഞ്ഞത്: ഞാൻ എവിടെയൊക്കെ പോയിരിക്കുന്നു ഇതിനു മുൻപ്, എന്നാൽ അസാധാരണയായ, മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തയായ, എന്നും നവവധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങിയ അലക്സാൻഡ്രിയ തിളങ്ങുന്നയൊരു മുത്താണ് എന്നാണ്. ഈ അലക്സാൻഡ്രിയ സന്ദർശിച്ചതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് സ്വാഗതം. അലക്സാണ്ടർ ചക്രവർത്തി 25 വയസ്സുണ്ടായിരുന്നപ്പോൾ ഒരു സ്വപ്നം കണ്ടു. മഹാകവി ഹോമർ സ്വപ്നത്തിൽ വന്ന് ഭൂമിയിൽ ഒരു സ്ഥലം ചൂണ്ടിക്കാട്ടി. എന്നിട്ട് പറഞ്ഞു അലക്സാണ്ടറോട്: നീ അവിടെ പോയി നിന്റെ നഗരം പണിയൂ എന്ന്. കാലം ക്രിസ്തുവിന് മുൻപ് 332. ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിൽ നിന്നും ഒരു നല്ല ബസ്സിൽ ഞാനും റീനയും അലക്സാൻഡ്രിയയിലേക്ക് തിരിച്ചു. ദൂരം 219 കിലോമീറ്റർ. ഞങ്ങൾ രാവിലെ 8:30 യാത്ര പുറപ്പെട്ടു. 4 മണിക്കൂർ യാത്ര, മനോഹരമായ വഴി. ഞങ്ങൾ ഡ്രൈവറുടെ അടുത്താണ് ഇരുന്നിരുന്നത്. ഞങ്ങൾ ഈജിപ്തിൻ്റെ പുതിയ രാഷ്ട്രീയം സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിനോട്. അയാൾ ഒരു ചരിത്രോന്മേഷി ആയിരുന്നു. ഷേക്സ്പിയർ ഈ നഗരത്തിൽ ജീവിച്ച രാജ്ഞി ക്ലിയോപാട്രയ്ക്ക് അനന്തതയുടെ സൗന്ദര്യം ചാർത്തിക്കൊടുത്തതുപോലെ ഞാൻ അലക്സാൻഡ്രിയയ്ക്കും അനന്തതയുടെ സൗന്ദര്യം ചാർത്തിക്കൊടുക്കുകയാണ്. അനന്തമാണ് അലക്സാൻഡ്രിയയുടെ വഴികൾ. ആദ്യം ഞങ്ങൾ പോയത് പുരാതന സെറാപ്പിയം ടെമ്പിൾ കോംപ്ലക്സിലേക്കും അവിടെ തന്നെ റോമൻ കാലത്ത് പിൽക്കാലത്ത് ഉണ്ടായ പോംബീസ് പില്ലറും സ്വിങ്സ് ദേവതയുടെ പ്രതിമകളും കാണുവാനാണ്. ഞങ്ങൾ താമസിച്ചിരുന്നത് മെഡിറ്ററേനിയൻ കടൽ തീരത്ത് ഒരു ഹോട്ടലിലാണ്. അവിടെ നിന്നും ഇങ്ങോട്ടേക്കുള്ള ദൂരം 5 കിലോമീറ്റർ, 15 മിനിറ്റ് കാർ യാത്ര. AD 298 മുതൽ 302 വരെ റോമാ ചക്രവർത്തിയായിരുന്ന ഡയോക്ലഷ്യനോടുള്ള ആദരസൂചകമായി ഉണ്ടാക്കിയ വിക്ടറി ടവർ വിജയസ്തംഭമാണിത്. ആയുധപാണിയായി ഡയോക്ലഷ്യൻ നിൽക്കുന്ന ഒരു കൂറ്റൻ കരിങ്കൽ പ്രതിമയും ഇത് പണിത കാലത്ത് ഈ തൂണിന് സമീപം ഉണ്ടായിരുന്നത്രേ. ഈ സ്തംഭം തല ഉയർത്തി നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഇന്ത്യയിലെ മൗര്യസ്തംഭങ്ങളാണ്. സമാനമായവ ക്രിസ്തുവിനു മുൻപ് 3-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഉണ്ടായവ. അവയിൽ 2 എണ്ണം ഇപ്പോൾ ഡൽഹിയിലുണ്ട്. തുഗ്ലക് ഭരണകാലത്ത് സുൽത്താൻ ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത്. ഇത് അശോക ചക്രവർത്തി ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് അലക്സാൻഡ്രിയയിലുണ്ടായ ടോളമിയൻ ക്ഷേത്രത്തിൻ്റെ അസ്ഥിവാരങ്ങളാണ്. കാലം ക്രിസ്തുവിനു മുൻപ് 3-ാം നൂറ്റാണ്ട്. സെറാപ്പിസ് ദേവതയുടെ ക്ഷേത്രമായിരുന്നു ഇവിടെ. വലിയ ക്ഷേത്രമായിരുന്നത്രേ. അലക്സാൻഡ്രിയയിൽ ഗ്രീക്ക് സാമ്രാജ്യകാലത്തുണ്ടായ ഏറ്റവും വലിയ ക്ഷേത്രമായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ചിതറിക്കിടക്കുന്ന അവശിഷ്ടങ്ങളിൽ നിന്നും നാം ആ ക്ഷേത്ര മഹിമ ഊഹിച്ചെടുക്കേണ്ടി വരും. പക്ഷേ ഈജിപ്തിലെ അസ്വാൻ, ലുക്സർ പ്രദേശങ്ങളിലെ ഇതിനേക്കാൾ എത്രയോ കൂടുതൽ പഴക്കമുള്ള ചരിത്രാവശിഷ്ടങ്ങൾ ഇപ്പോഴും അതുപോലെ നിലനിൽക്കുന്നുണ്ട്. സെറാപ്പിയത്തിൽ നിന്നും ഞങ്ങൾ നടന്ന് പോയത് തെക്കു പടിഞ്ഞാറ് മാറിക്കിടക്കുന്ന അലക്സാൻഡ്രിയയിലെ മറ്റൊരത്ഭുത കാഴ്ചകളിലേക്കാണ്. നമ്മെ വലുപ്പത്തിലും ഘടനയിലും വിസ്മയിപ്പിക്കുന്ന ശവക്കല്ലറകളുടെ ശൃംഖല, ദ കാറ്റാക്കോംസ് ഓഫ് കോമൽ ഷുക്കോഫ. 1900 ഒരു കഴുത അറിയാതെ ഈ വലിയ കുഴിയിൽ വീണതുകൊണ്ടാണ് മണ്ണിനടിയിൽ മറഞ്ഞിരുന്ന ഈ മഹാലോകം ആധുനിക മനുഷ്യനായി തുറന്നു കിട്ടിയത്. ഈജിപ്തിലെ ഏറ്റവും വലിയ ഗ്രീക്ക് റോമൻ ശ്മശാന ഭൂമി. കാലം AD 1-2 നൂറ്റാണ്ടുകൾ.
ഈ പ്രദേശത്തിനടുത്തുള്ള ക്ലിയോപാട്ര എന്ന ജില്ലയിൽ നിന്നും കണ്ടെടുത്ത ഒരു ശവക്കല്ലറ ഇവിടെ പുനഃസ്ഥാപിച്ചതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ശവശരീരങ്ങളെ മമ്മിഫൈ ചെയ്യുന്നത് എങ്ങനെ എന്നൊക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അലക്സാണ്ട്രിയ നഗരത്തിൽ ഞങ്ങൾ നല്ല ഉച്ചഭക്ഷണം കഴിച്ചു. ക്ലിയോപാട്രയുടെ പേരിലുള്ള വീഞ്ഞും വാങ്ങിച്ചു. അപ്പോഴേക്കും മെഡിറ്ററേനിയൻ ചക്രവാതം പോലെ അതിവേഗത്തിൽ നടക്കുന്ന അതിൽ ഞങ്ങളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നടത്തം തുടങ്ങി. ഈ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത നടത്തം. അലക്സാണ്ട്രിയയിലെ എല്ലാ തെരുവുകളും ഞങ്ങൾ കണ്ടു. രാത്രി 10 മണിക്ക് നടന്ന ദൂരമളക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനിൽ നോക്കിയപ്പോൾ നടന്നത് 16 കിലോമീറ്റർ. നൂറ്റാണ്ടുകളായി വിവിധ ലോക സാമ്രാജ്യങ്ങളെ മോഹിപ്പിച്ച നഗരമാണ് അലക്സാണ്ട്രിയ. അതിനാൽ ലോകത്തിലെ വിവിധ വാസ്തുകലാ സ്വാധീനങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഓരോ കെട്ടിടങ്ങളെയും. ഒന്ന് ബ്രിട്ടീഷ് ശൈലിയിലെങ്കിൽ അടുത്തത് ആൻഡുലേഷ്യൻ ശൈലി, പിന്നൊന്ന് ഓട്ടോമൻ, മറ്റൊന്ന് റോമൻ, പിന്നൊന്ന് ഇറ്റാലിയൻ. ഇങ്ങനെ പോകും ഇവിടുത്തെ കെട്ടിടങ്ങൾ. ഈജിപ്തിലെ പ്രധാന മതം ക്രിസ്തുമതമായിരുന്ന കാലത്ത് ഉണ്ടായ നിരവധി പള്ളികൾ അലക്സാണ്ട്രിയയിലുണ്ട്. ഇത് സെയിന്റ് കാതറീൻ കാത്തലിക് കത്തീഡ്രൽ 1847-1856 കാലത്ത് നിയോ ബാറോക്ക് ശൈലിയിൽ പണിത മനോഹരമായ ദേവാലയം. ഞങ്ങൾ ചെന്നപ്പോൾ പ്രാർത്ഥനാ നേരമായിരുന്നു. ഇത് ക്രിസ്തു ശിഷ്യൻ മാർക്കോസ് പണിതു എന്ന് കരുതപ്പെടുന്ന പള്ളി, സെയിന്റ് മാർക്സ് കോപ്റ്റിക് ചർച്ച്. ഇപ്പോൾ കാണുന്ന പള്ളി നിരവധി തവണ ഇതിനു മുമ്പ് തകർക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ കാണുന്നത് 1985 പണിതതാണ്. 2017 ഒരു മുസ്ലിം തീവ്രവാദി ആത്മഹത്യാ ബോംബ് സ്ഫോടനം ഈ പള്ളിക്കകത്ത് നടത്തി. അയാളടക്കം 17 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. പിന്നീട് ഞങ്ങൾ പോയത് അലക്സാണ്ട്രിയയിലെ ആകർഷണീയങ്ങളായ മുസ്ലിം പള്ളികൾ കാണുവാനാണ്. അതിൽ ഞങ്ങളെ കുറഞ്ഞത് 12 പള്ളികളിലെങ്കിലും കൊണ്ടുപോയി. ഓരോന്നും ഓരോ കാലഘട്ടത്തിലേത്. മംലൂക്ക് സാമ്രാജ്യകാലം, ഓട്ടോമൻ സാമ്രാജ്യകാലം, അൽവിയ സാമ്രാജ്യകാലം എന്നിങ്ങനെ പോകുന്നു. കാണേണ്ട ദേവാലയങ്ങൾ, മനോഹരങ്ങൾ. ഇത് അശ്വാരൂഢനായ മുഹമ്മദ് അലിയുടെ പ്രതിമ നഗരഹൃദയത്തിൽ നിൽക്കുന്നു. Ancient lighthouse of Alexandria to be a defensive mechanism against the Ottoman attacks in Egypt. The Citadel of Qaitbay എന്ന കോട്ടയിൽ ചെന്നപ്പോഴേക്കും രാത്രിയായിരുന്നു. ആദിൽ കോട്ടയ്ക്ക് പുറത്തു നിന്ന് എല്ലാം വിശദീകരിച്ചു തന്നു. കോട്ടയ്ക്ക് തൊട്ടപ്പുറത്ത് മെഡിറ്ററേനിയൻ കടൽ ഇരമ്പുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ കോട്ട കാണുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. പ്രാചീന അലക്സാണ്ട്രിയയിൽ ഉപയോഗിച്ചിരുന്ന വലിയ വള്ളങ്ങൾ പോലെ തന്നെയുള്ള ബോട്ടുകൾ ഇപ്പോഴും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളെ ആഡിൽ ഒരു ബോട്ട് നിർമ്മാണ കേന്ദ്രത്തിൽ കൊണ്ടുപോയിരുന്നു. രാത്രിയിൽ അലക്സാണ്ട്രിയയിലെ രുചികരമായ ഭക്ഷണം ഗംബാരി മാഷ്വേയും ഗ്രിൽഡ് പ്രോൺസും കഴിച്ചു. അതിൽ ഞങ്ങൾക്കായി പ്രത്യേകം കൊണ്ടുവന്നത് തേങ്ങാപ്പാലിൽ വാനില ചേർത്ത അതിസ്വാദിഷ്ടമായ ഒരു പാനീയമായിരുന്നു. ആദിലിനോട് നന്ദി പറഞ്ഞ് ഞങ്ങൾ ഉറങ്ങാൻ പോയി. ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിന്റെ ബാൽക്കണിയിൽ നിന്നാൽ മെഡിറ്ററേനിയൻ കടൽ കാണാമായിരുന്നു. രാവിലെ ഞങ്ങൾ മെഡിറ്ററേനിയൻ തീരത്തേക്ക് നടക്കാനിറങ്ങി. ഫറവോന്റെ കാലം മുതൽ 5000 കൊല്ലത്തിലധികമായി ഈജിപ്തുകാർക്ക് പൂച്ചകളുമായി അടുത്ത ബന്ധമാണുള്ളത്. എവിടെ തിരിഞ്ഞാലും അവർ നമ്മെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ചരിത്ര സ്മാരകത്തിലും കടൽ തീരത്തും ഭക്ഷണശാലയിലും വഴികളിലും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ പോയത് ദ ബിബ്ലിയോഥെക്ക അലക്സാൻഡ്രീനയിലേക്കാണ്. നൈൽ നദിക്കും മെഡിറ്ററേനിയൻ കടലിനും ഇടയിലുണ്ടായ അലക്സാൻഡ്രിയ നഗരം ലോകപ്രശസ്തമായതിനൊരു പ്രധാന കാരണം ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാന കേന്ദ്രമായി മാറിയ ഒരു ലൈബ്രറി അലക്സാൻഡ്രിയയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ലൈബ്രറി ഇപ്പോൾ കാലഹരണപ്പെട്ടു. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അത് അവശേഷിച്ചില്ല. എന്നാൽ ഈജിപ്ത് അവരുടെ രാഷ്ട്രത്തിൻ്റെ അഭിമാനമായ ഈ ലൈബ്രറി വീണ്ടെടുക്കുകയായിരുന്നു 1990കളിൽ.
വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിൻ്റെ ഫലമായി ആധുനിക വാസ്തുവിദ്യയുടെ മകുടോദാഹരണമായി മാറിയ ഒരു പുതിയ ലൈബ്രറി അലക്സാൻഡ്രിയയിൽ ഉണ്ടായിരിക്കുന്നു. ക്രിസ്തുവിനു മുൻപ് 3-ാം നൂറ്റാണ്ടിൽ ടോളമി സാമ്രാജ്യകാലത്ത് അലക്സാൻഡ്രിയയിൽ നിലനിന്നിരുന്ന പുസ്തകാലയത്തിൻ്റെ ഒരു കൽപ്പനാ ചിത്രമാണ് ഇത്. ലൈബ്രറിയിൽ നിന്നും പിന്നീട് ഞങ്ങൾ പോയത് 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് മെഡിറ്ററേനിയൻ കടൽത്തീരത്തുണ്ടായ കോട്ട കാണുവാനാണ്. ദ സിറ്റഡൽ ഓഫ് ഖ്വയറ്റ് ബേ. സുൽത്താൻ അൽ അഷ്റഫ് സൈഫ് അൽദീൻ ഖ്വയറ്റ് ബേ ഉണ്ടാക്കിയ കോട്ട. ഇത് പണിത കാലത്ത് ഈജിപ്തിലെ മാത്രമല്ല മുഴുവൻ മെഡിറ്ററേനിയൻ തീരത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായിരുന്നു ഈ കോട്ട. ക്രിസ്തുവിനും മുൻപ് 284 മുതൽ 246 വരെയുള്ള കാലത്ത് ഈ സ്ഥലത്ത് ഒരു പ്രകാശ ഗോപുരം നിലനിന്നിരുന്നു. ദ ലൈറ്റ് ഹൗസ് ഓഫ് അലക്സാൻഡ്രിയ. ടോളമി സാമ്രാജ്യകാലത്ത് നിർമ്മിച്ച ആ ലൈറ്റ് ഹൗസ് പ്രാചീന ലോകാത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. 956 1323 കാലത്ത് തുടർച്ചയായി ഉണ്ടായ 3 ഭൂകമ്പങ്ങളിൽ ആ പ്രകാശഗോപുരം തകരുകയായിരുന്നു. അതിൻ്റെ കല്ലുകൾ ഉപയോഗിച്ചുകൂടിയാണ് ഈ കോട്ട ഉണ്ടാക്കിയത് എന്ന് കരുതപ്പെടുന്നു. കോട്ടയ്ക്കകത്തു നിന്ന് നോക്കിയാൽ മെഡിറ്ററേനിയൻ കടൽ കാണാം. ആ നീലിമയിലേക്ക് നോക്കി ഞങ്ങൾ 2 ദിവസത്തെ മനോഹരമായ അലക്സാൻഡ്രിയൻ പര്യടനം അവസാനിപ്പിച്ചു. തിരികെ കൈറോയിലേക്കുള്ള ബസ് പിടിക്കുവാൻ പോകുമ്പോൾ നഗരത്തിൻ്റെ ഗ്രീക്ക് ദേവത ഹേര ഞങ്ങളെ യാത്രയാക്കാൻ എന്ന വണ്ണം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അലക്സാൻഡ്രിയ യാത്രയിൽ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെയും ഞങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ സഹായിച്ച ഗൈഡ് ആഡലിൻ്റെയും വിശദാംശങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ദില്ലി ദാലി ട്രാവൽ വ്ളോഗിൻ്റെ ഈജിപ്റ്റ് ഫയൽസിൻ്റെ 3-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി അധ്യായങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. നന്ദി, നമസ്കാരം.